ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ 1 ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പശുക്കളും നമ്മുടെ പന്നിയൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മളെ സ്റ്റോണിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ഇനി മൈൻ ചെയ്യാനുള്ളത്. പിന്നെ സ്റ്റോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഓക്കെ, ഇവരോട് നന്നായിട്ട് ഇവർക്ക് നമുക്കൊരു ഫ്രണ്ട്സ് വെക്കേണ്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ പിക്കാക്സ് ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ മറന്നിട്ടുണ്ട്. ഓക്കെ 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 എൻ്റെ കയ്യിൽ പിക്കാക്സ് ഉണ്ട്. ഓക്കെ, നമുക്കിത് മൈൻഡ് ചെയ്യാം. കേവത്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു ആർമർ ഇട്ടുണ്ട്. നമുക്കിത് ഇത് കറുത്ത ആർമർ, ഇതേതാ ലെതറാണ്. നമുക്കെന്തായാലും ഓക്കെ. അപ്പോൾ പിന്നെ ഇതിലുള്ളത് കുറച്ച് ആരോസ് ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് എടുക്കണം. ഇതിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്കിത് പൊടിച്ചിട്ടാം. ഓക്കെ, ഇനി സാധാ തോന്നുന്നു. ഓക്കെ, അയ്യോ, ഓ സാധാ കോൾ. അടുത്ത പശു അടുത്ത ജസ്റ്റ് ഓ നമുക്ക് വേറെ സാധനം കിട്ടിയിട്ടുണ്ട്. പറ്റാൻ എപ്പോൾ ഇവിടെ നമുക്കിടാം. നമ്മൾക്കിനി ബോൺബീലുണ്ടോ ഇത് വളർത്താനായിട്ട്? ചെസ്റ്റിൽ ബോൺബീലുണ്ട്, പക്ഷേ ഇത് അവിടെ അത് ഉണ്ടായതുകൊണ്ട് വളരാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് എന്തായാലും അയ്യോ ഒരു സ്റ്റിക്കുള്ളല്ലോ. പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് പിക്കാക്സ് ഉണ്ടാകാൻ പറ്റില്ല. അയ്യോ 2 സ്റ്റിക്ക്. നമ്മളത് വുഡുണ്ടോ? വുഡുണ്ടാ? ഞാനത് കണ്ടില്ല. ഓക്കെ, നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സ് വളരെ ആവശ്യമാണ്. ഇപ്പോൾ കേവിൻ്റെ ടൈമാണ്. ഇവിടെ കിടക്കട്ടെ, ഇത് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഒരു ഷീപ്പും കൂടി കിട്ടണം. എന്നാലും നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. എന്താ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ രാത്രി നമുക്ക് കിടക്കാം. അതും മാറ്റാം. അയ്യോ ഹൃദയം വരാം. ഓ അയ്യോ, ഒരു നിമിഷത്തേക്ക് ഞാൻ നെട്ടിപ്പോയി. ഓ അയൺ. അയ്യോ, ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയണല്ല, അയൺ ഇങ്ങോട്ട്. അയൺ എന്തത് പശുക്കളെ കൊണ്ടൊരു സോറി. മാരടൊക്കെ ഇതിൽ നമുക്ക് പോടാ. അയ്യോ, പന്നിക്കുട്ടി വീണോ? 2 പശു വേണോ? എന്തൊരു കിടക്കാച്ചി പശുക്കളായിരുന്നു. എന്തായാലും ഇന്നെ പ്ലീസ് മുന്നേ മാറി പ്ലീസ്. കിട്ട്. ഒക്കെ പോയി. എന്താണ് എനിക്ക് ഡയമണ്ട് കിട്ടാത്തേ? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറിയാമെങ്കിൽ ഡു കമൻറ്റ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഡയമണ്ടും പോയി. ഒക്കെ എത്തിക്കൂട്ടി നോക്കുമ്പോ പിക്ചേഴ്സ് ഉണ്ടാക്കേണ്ടി വരുമോ? വുഡൻ ആക്സ് നമ്മൾ കുറെ ഉണ്ടാക്കി വെച്ചില്ലേ. നമ്മളിപ്പോ കുറെ സ്റ്റോൺ ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോ ഒരു സോഡ് ഉണ്ടാക്കാൻ നോക്കാം. അയ്യോ കോബിൾസ്റ്റോൺ ജസ്റ്റ് വെച്ചോ. കോബിൾസ്റ്റോൺ ജസ്റ്റ് വെച്ചു മറ. പിന്നെ മിക്കവാറും ഞാൻ കൊല്ലും. ഇതെന്താ സാധനം? എന്തേലോട്ടെ ഒരു സോഡ് ഉണ്ടാക്കി. ഒരു സോഡ് ഉണ്ടാക്കി. പിന്നെ സ്പിയർ വേണ്ട. അയ്യോ ഞാൻ 3 ആക്സ് ഉണ്ടാക്കിയല്ലോ. കുഴപ്പമില്ല. സ്റ്റോൺ പിക്കാക്സാണ്. ഓ ഫർണസ് വേണ്ടേ? खत्म. ഞാൻ കീപ്പ് ഇൻവെന്ററി ആക്കി വെച്ചോണ്ട് എൻ്റെ ലൂട്ടൊന്നും പോയിട്ടില്ല. ഇവിടെ ഈ ചെസ്റ്റ് പൊട്ടും ചെയ്ത്. ഇതാണ് ഈ ക്രീപ്പർമാരെ വന്ന പ്രശ്നം. നല്ല ബെഡ്റോക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിരിക്കണമെങ്കിൽ ഈ ക്രീപ്പർമാരെ ശൈലി ഒന്ന് പേടിച്ചോണ്ട് പ്രശ്നമില്ല. ഒക്കെ നിലത്തേക്ക് പോകുന്നു പറഞ്ഞു. എന്താ ചെയ്യാം? ഒക്കെ പോയി. ഇങ്ങനെ എൻ്റെ വുഡൻ ആക്സും പോയോ? അവിടെ ഇല്ല. വുഡൻ ആക്സും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടല്ലേ. ഓക്കെ ഇത് ഞാൻ ഊണ് പുതുക്കി പോകണം. എന്തായാലും അത് കുറേ ഡർട്ട് ഉണ്ട്. അത് ഞാൻ നോക്കാം. ഷവറുണ്ടാകില്ല. ഇതൊക്കെ തൽക്കാലം മതി. ഏതാണ്? അയ്യോ ഏതാണ് നോക്ക്. ഇതാണോ? ഇതന്നെ. ഓ ഇവിടെ കുറച്ച് നോക്കാം. എന്താ വീണൂണ് ഞാൻ ചത്തോണ്ടിരിക്കുകയാണല്ലോ. ഗൈസ് കീപ്പ് ഇൻവെന്ററി ഞാൻ വെച്ചതിന് എന്നോട് ക്ഷമിക്കണം. എനിക്കില്ല ഇതില്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ടാണ്. പ്ലീസ് ക്ഷമിക്കണം. ഓക്കെ എന്നെക്കൊണ്ട് വേറെ ഒന്നും കഴിയില്ല. ഇതല്ലേ 1 ബ്ലോക്ക്. ഓക്കെ രാത്രി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ കേവരി ആയതുകൊണ്ട് മോബ്സ് ക്രീപ്പേഴ്സ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നല്ല പേടിയാവുന്നുണ്ട്. Another one. എന്താ ഉണ്ടായേ? ഇതുപോലെ കഷ്ടകാലം അതുവരെയായിട്ട് ഓർമ്മയില്ല. ഇതെത്ര ഐഡിയ ഉണ്ട്? ഇങ്ങോട്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതങ്ങ് വെച്ചിട്ട് ഇനി ഈ ബ്ലോക്സൊക്കെ നമ്മൾ എടുക്കണം. നമ്മുടെ കയ്യിൽ ചെസ്റ്റും പോയി ഒക്കെ പോയി. ആ ചെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റിംഗ് ഐറ്റംസ് കുറച്ച് ദൂരത്തോട്ട് കൊണ്ടുപോയേക്കാം. അതാവുമ്പോൾ നമുക്കിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ
ഇത്ര ദൂരം മതിയില്ലേ? ഓക്കെ, ഇനി ആ പതിനാലുള്ളൂ. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇവിടെ അങ്ങനെ കുഞ്ഞ് പ്ലാറ്റ്ഫോം ഇവിടെ ഇങ്ങനെ ഒന്ന് പിന്നെ ഇവിടെ ഇങ്ങനെ മതി. ഇനി ആകുമ്പോൾ ക്രീപ്പർ അവിടെ പൊട്ടിത്തെറിച്ചാലും നമുക്ക് ഇവിടെ ഇത് ഇതാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനിക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കളയാം. ഇവിടെ മുന്നിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഈ പെട്ടിയിൽ പിന്നെ ബോളൊന്നും പോയിട്ടില്ല. അതിനും പോയിട്ടില്ല. പിന്നെ ഇത് പോട്ടെ, ഇതും പോട്ടെ. ഇങ്ങനെ പോകണ്ട ഈ ജസ്റ്റ് പോട്ടെ. ഇനി നമ്മൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വാളൊക്കെ പക്ഷേ ഇനി മിക്കവാറും ഇങ്ങോട്ട് ക്രീപ്പർ വന്നാലോ പ്രശ്നമാവും. എന്തായാലും എൻ്റെ അടുത്ത് കേപ്പ് ഇൻവെർട്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കാമല്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചില്ലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഫർണസ് നമുക്ക് ഉണ്ടാക്കാം. എത്ര സ്റ്റോൺ ഉണ്ടോ? സ്റ്റോൺ എത്ര ഉണ്ട്? സ്റ്റോൺ ഇതിൻ്റെ ഉള്ളിൽ 9 ഉണ്ടാവും. കുഴപ്പമില്ല, കംപ്ലീറ്റ് ആവും. സ്റ്റോൺ ആകാൻ നമുക്ക് ഇനി ഇവിടെ ആയിട്ട് വെക്കണം. ഇനി നമ്മൾക്ക് ഏതൊക്കെ ബ്ലോക്ക് ഉണ്ട്? ഈ 2 ഓക്കെ, ഈ 2 ബ്ലോക്കിന് ആവശ്യമുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വെക്കാം. ഈ ഡിസൈനിന് ആവശ്യമുണ്ടാവും, അത് വേറെ മരത്തിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ഫർണസ് വെക്കാം. ഇനി എൻ്റെ കയ്യിൽ കോളുണ്ടോ? കോൾ അപ്പോൾ ഈ കോൾ കൂടെ വെച്ചിട്ട് ഈ അയൺ നമുക്ക് ഓക്കെ ആകുമ്പോൾ ഇതിവിടെ ഉണ്ടായിക്കോളും. ഇനി നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം. അപ്പോൾ ഇനി മൈൻ ചെയ്താൽ നമ്മൾ ഇവിടെ ക്രീപ്പർ വന്നാലും ഇവിടെ പൊട്ടിത്തെറിച്ചാലും നമ്മൾ ലൂട്ട് അവിടെ ആയതുകൊണ്ട് നമ്മൾ കൊടുത്ത് ചത്താലും നമുക്കിത് പിന്നെ റീബിൽഡ് ചെയ്യാം. പിന്നെ നമ്മളെ ലൂട്ട് അവിടെ ഉണ്ടാവും, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് പ്രശ്നം. എനിക്കൊരു സ്റ്റോൺ സോൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഒരു സ്റ്റോൺ സോൾ ഉണ്ടല്ലേ? ഷവല് വുഡൻ ഷവൽ മതി. വുഡൻ ഷവൽ നമുക്ക് എന്തായാലും എന്നെ കൊണ്ട് മൈൻ ചെയ്യാൻ പറ്റില്ല. അയൺ പിക്ചേഴ്സ് വേണം എനിക്കറിയാം. ഇത് വെറുതെ തന്നെ പൊട്ടിക്കണം. ഓക്കെ, പറ്റില്ല. ആണോ? എന്തായാലും ഈ കോപ്പർ ഇതിന് കോപ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കോപ്പറോണ്ട് എന്ത് ഉപയോഗം? കോപ്പറോണ്ട് ആർമർ വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഒരയണം കൂടി താടാ. ഒത്തിരി മതി, ഒത്തിരി. ഓക്കെ,
ഇപ്പം വേഗം വേഗം പേടിക്കുന്നുണ്ട്. അയ്യോ ഞാനിപ്പോൾ ഞെട്ടി. ഇവരെ കാണുമ്പോൾ നല്ല പേടിയാണ്. എനിക്ക് പേടിയാവുന്നത്. ഓക്കെ അയൺ. Oh shit! Here we go again. ഞാൻ ഇങ്ങനെ പേടിക്കുള്ളൂ. വേഗം ഇതെടുത്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെയാണല്ലോ. ഇനി ഇതിൽ കൂടെ ഉണ്ടാക്കി ഈ ഭാഗത്തിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പോയോ കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഷീൽഡ് ഉണ്ടാക്കല്ലേ? അടുത്ത വട്ടം ഉണ്ടാക്കുക. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സ് ആണെന്നാലുള്ളൂ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് സെർച്ച് ചെയ്താകട്ടെ. കോപ്പർ ആർമർ ഇല്ല. ജസ്റ്റ് ആയിപ്പോയില്ലേ? ഏതായാലും ഇല്ലാന്ന് തോന്നുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ കോപ്പർ കോപ്പർ ജസ്റ്റ് വൺ ബ്ലോക്ക് ഇവിടെ ഓക്കെ. ഇനി നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഇരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനുണ്ടാട്ടെ. ഓക്കെ. ഇത് ഷീൽഡൊക്കെ നീറ്റുകൊണ്ട് നമുക്ക് പിച്ചക്ക് സ്റ്റിക്ക് 20 ഉണ്ടാകും. ഓക്കെ. പിക്കാക്സ് ഓക്കെ. ഇനി നമുക്ക് ഡയമണ്ട് ടേബിൾ
വാട്ടർ ലാവ ഇതാക്കാണല്ലേ നമ്മൾ എവിടെ വെക്കുക ഇത് യൂട്യൂബിൽ കണ്ടുപിടിക്കണ്ടില്ലേ എനിക്കിത് എങ്ങനെ വെക്കണ്ടെന്ന് അറിയില്ല എന്തായാലും ഞാൻ അടുത്ത ഇതിൽ ചെയ്യാം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല നമുക്ക് വാട്ടർ ലാവ ഉണ്ട് വാട്ടർ ലാവ ഗൈസ് ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഇനി മറ്റേ ഒരു ഇതില്ലേ ഇൻഫിനിറ്റി വാട്ടർ മാത്രമാണ് അതോ ഇൻഫിനിറ്റി കബിൾ സ്റ്റോൺ മേക്കർ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേക്കാരും പരിപാടി തോന്നുന്നു ആദ്യം ഞാനത് കണ്ടത് നിർത്തി അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.